വരികയും ചെയ്യും. പിന്നെ തൊണ്ടവേദന, തൊണ്ടപ്പഴുപ്പ് തുടങ്ങിയ വരുന്ന കുട്ടികൾ, വായിൽ ഇൻഫെക്ഷൻ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ പഠനങ്ങൾ അത്ര തെളിയിച്ചിട്ടില്ലെങ്കിലും അവരുപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പിന്നെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് ചിലപ്പോൾ അത് ശരിക്കും ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെയും ഇൻഫെക്ഷൻ ആ ടൂത്ത് ബ്രഷ് വെച്ചിരിക്കുന്നത് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മറ്റേ ടൂത്ത് ബ്രഷിലോട്ട് അണുക്കൾ കയറാനും അങ്ങനെ മറ്റേ അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടൂത്ത് ബ്രഷ് സൂക്ഷിക്കുന്നത് പോലും വളരെ പ്രധാനമാണ്. അതെപ്പോഴും വേർട്ടിക്കലായിട്ട് തന്നെ വെക്കുകയും വേണം, ഡ്രൈ ആക്കി വെക്കുകയും വേണം. കഴിയുന്നതും ഒരു ടൂത്ത് ബ്രഷ് ഒരാളുടെ ഒരു പ്രത്യേക കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണ് നല്ലത്. അത് ഈ വേർട്ടിക്കലായിട്ട് തന്നെ വെക്കുകയും ചെയ്യണം. വളരെ ചെറിയൊരു കാര്യമാണ്, എന്നാലും അത് ഒരു നല്ല പോയിന്റ് കൂടെയാണ്. പ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം എത്തുന്നതാണല്ലോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. അപ്പോൾ ഗവൺമെന്റും നമ്മുടെ പീഡിയാട്രിഷ്യൻസിന്റെ അക്കാഡമിയും റെക്കമെൻഡ് ചെയ്തേക്കുന്ന എല്ലാ വാക്സിനുകളും സമയാസമയത്ത് തന്നെ എടുത്തിരിക്കണം. അപ്പോൾ പറയുന്ന വാക്സിൻ എടുക്കുന്ന മാത്രമല്ല, അത് ബൂസ്റ്റർ ഡോസുകൾ, അതായത്